എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയാളിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ആരിഫ് ഹുസൈൻ തെരുവത്താണ്. ആരിഫ്, നമസ്കാരം. 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 കുറച്ച് ദിവസമായി കണ്ടിട്ട്. അതെ. അപ്പോ ഇന്ന് ആരിഫിന് എന്തായാലും വേണ്ടുന്ന ഒരു ദിവസമാണ്. ഹാപ്പി ന്യൂ ഇയർ. അതെ. ഇന്ന് എന്തായാലും ആരിഫിന് വേണ്ട ദിവസമാണ്. കാര്യം പുതുവർഷം കഴിഞ്ഞു. നമുക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാടടുത്ത് പ്രശ്നങ്ങളുണ്ടായി. ലഹരി ഉപയോഗിച്ച് കത്തിക്കുത്ത് ബഹളങ്ങളൊക്കെ കണ്ടു. പക്ഷെ യുഎസിൽ നമ്മൾ കേട്ടത് അതീവ ദാരുണമായ ഒരു വാർത്തയാണ്. ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഷംസുദ്ദീൻ ജബ്ബാർ എന്നാണ്. അദ്ദേഹം ഒരു ആൾക്കൂട്ടത്തിന് നേരെ കാർ ഇടിച്ച് കയറ്റുന്നു, വെടിയുതിർക്കുന്നു, 15ഓളത്തിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വാർത്തകൾ, കൂടുതൽ വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന്റെ ഒരു രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷെ കൂടുതൽ തെളിവുകളൊക്കെ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഐസിസിൽ ഒരു പതാക ഉണ്ടായിരുന്നു. ശേഷം സ്ഫോടനാത്മകമായിട്ടുള്ള ഒരുപാട് വെപ്പൺസും സാധനങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ കൈവാഹനത്തിൽ ഉണ്ടായിരുന്നു പറയുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ആരിഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത്. ഇതിന് മുൻപ് ജർമ്മനിയിലും ഇതേപോലൊരു സംഭവം ഉണ്ടായത്. ക്രിസ്മസ് മാർക്കറ്റ് നേരെയായിരുന്നു. അന്നൊരു എക്സ് മുസ്ലിം ആണെങ്കിൽ ഇന്നൊരു ഐസിസ് ഫോളോവർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പയർ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആളെ കൊല്ലുന്നതിന് മതം ഒരു വിഷയമാണ്? എക്സ് മുസ്ലിമാണ് എന്ന് നേരത്തെ ഈ ജർമ്മനിയിൽ ഉണ്ടായ വിഷയം സംബന്ധിച്ചിട്ട് നമ്മളിവിടെ പറയുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ അത് പറയുമ്പോൾ അതേപോലെയുള്ള ഇഷ്യൂസ് ഇനി ഉണ്ടാകുമ്പോൾ ആരാണ് അതിൻ്റെ പിന്നിൽ ഉള്ളത് എന്ന് ആ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം എന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മളിവിടെ അത് കാണാറില്ല. ഇന്നിപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാകുന്ന ഒരു കാര്യം, ഈ ഒരു തീവ്രവാദ അക്രമത്തെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ ചർച്ചയാവുമ്പോൾ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ രീതി അതും കൂടി ഇവിടെ ചർച്ചയാവുകയാണ്. കാരണം ജർമ്മനിയിലെ ആ വിഷയം ഉണ്ടായപ്പോൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു അതിൻ്റെ തലക്കെട്ടിൽ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടാക്കി, ഒരു ട്രക്ക് ആക്സിഡൻ്റ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കാർ ഓടിച്ച ആൾ അവിടെ ഇല്ല, ഒരു ഓട്ടോ പൈലറ്റ് ആണോ എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുക. ഇതാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് ചർച്ചയാക്കേണ്ട ഘട്ടങ്ങളിൽ ഇവിടെ അത് ആകുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും നമ്മളതിനെ അപലപിക്കും, അതിനെ തള്ളി പറയണം എന്ന് തന്നെ പറയുന്ന ആളുകളാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10-25 വർഷത്തെ ഒരു കണക്ക് നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 10-15ഓളം ഇൻസിഡൻസ് ഇതുപോലുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ കുടിയേറ്റം നടത്തിയതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റു പല പ്രശ്നങ്ങളുടെ പേരിലൊക്കെ അവിടങ്ങളിലുള്ള, ഇപ്പോൾ കാനഡയിലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിൽ ഒരു മുസ്ലിം ഫാമിലി നടന്നു പോകുമ്പോൾ അവരിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റിക്കൊണ്ട് അവരെ കൊല്ലുന്നൊരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ഇതേപോലെ ചെയ്തിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്പർ എടുത്ത് നോക്കുമ്പോൾ ഒരു 15 എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 എണ്ണം ഇസ്ലാം ഇതര വിഷയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിഷയത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ 10 എണ്ണം ചെയ്തിരിക്കുന്നതും ഈ തീവ്രവാദം കൊണ്ടു നടക്കുന്ന ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇത് ചെയ്ത് തുടക്കമിട്ട് ഇതിന് മാതൃക കാണിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിക പക്ഷത്തുള്ള അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ തുടക്കം ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇൻതിഫാദയുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് പലപ്പോഴും ആ വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ ആഗോള തലത്തിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിരത്തുകളിൽ ഇതുപോലെയുള്ള മാർക്കറ്റുകളോടൊക്കെ ചേർന്നുകൊണ്ട് ഇതുപോലെയുള്ള ബോൾഡേഴ്സ്, ഇങ്ങനെ വണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം ഒരു പ്രതിരോധ മാർഗം, വളരെ ശക്തമായ ചില പ്രതിരോധ മാർഗം എന്നുള്ള നിലയ്ക്ക് ഇരുമ്പ് ഒക്കെ കുഴിച്ചിട്ടുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു സംഗതി ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് തന്നെ ഫ്രാൻസിലൊക്കെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാവുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു തീവ്രവാദ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് വണ്ടി ഇടിച്ച് കയറ്റി കൊല്ലുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അവിടങ്ങളിൽ നിരത്തുകളിൽ ഈ സാധനം വ്യാപകമാവുന്നത് പോലും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന്. ഇതിന് വഴി മരുന്നിട്ടത് ആരാണ്, ഏതാണ്? അപ്പോൾ നമ്മൾ പറയുന്നു തീവ്രവാദ ആക്രമണമാണ്, അതിൻ്റെ പിന്നിലുള്ള വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ വിഷയം. അതിൽ ഇസ്ലാം വരുന്ന സമയത്ത് അവിടെ ഒരു മൗനം, അതിനെ ഒളിപ്പിച്ചു വെക്കുക, അത് പറയാതിരിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ കാണുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. ഒരു ചോദ്യം, അതായത് ഇവിടെ ട്രംപ് ആരോപിച്ചിരുന്നത് കുടിയേറ്റ വിരുദ്ധത അദ്ദേഹം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കാര്യം, അതായത് ഇല്ലീഗൽ കുടിയേറ്റങ്ങൾക്കെതിരായ ഒരു വ്യക്തിയാണ്. പക്ഷേ സൈനികൻ എന്ന് പറയുന്നത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്.
അപ്പാർട്ട് ഫ്രം ദിസ് നമുക്കറിയാം ഒരു ആന്റി മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധത വളരെ പോപ്പുലർ ആയിരിക്കണം ഈ പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെല്ലാം. അവിടെയുള്ള കുടിയേറ്റ വിരുദ്ധത പറയുന്ന പാർട്ടികൾക്കാണ് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ രണ്ടാം സ്ഥാനത്ത് വിജയസാധ്യതയുള്ളത് അവർക്ക് തന്നെയാണ്. പല നമുക്കറിയാം സിറിയ അല്ലെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മിഡിൽ ഈസ്റ്റേൺ കൺട്രികളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, തീവ്രവാദ പ്രശ്നങ്ങൾ കൊണ്ട് കുടിയേറി പോകുന്ന ആളുകൾ ഒരിക്കൽ പോലും മുസ്ലിം രാഷ്ട്രങ്ങളെ ഒത്തുചേറില്ല. അവരെല്ലാവരും തന്നെ പാശ്ചാത്യ രാഷ്ട്രങ്ങൾ പോലെയുള്ള വെസ്റ്റേൺ രാഷ്ട്രങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു കാരണം പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാരണം ഇങ്ങനൊരു കുടിയേറ്റം വരുന്നത് കാര്യം ഇവരൊരിക്കലും സോഷ്യൽ ആയിട്ടുള്ള അവിടുത്തെ ഉള്ളൊരു സാധാരണക്കാരായ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നില്ലല്ലോ. അവർ മാറി നിൽക്കുന്ന ഒരു രീതിയാണ്. ഇപ്പൊ പൊതുനിരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതേപോലെ പൊതുനിരത്തിൽ പ്രാർത്ഥിക്കുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് മൈഗ്രേഷൻ. അതൊന്ന് സംസാരിക്കാം. മുസ്ലിങ്ങളുടെ ഈ ഒരു കോഎക്സിസ്റ്റൻസിന് എതിരായിട്ട് നിൽക്കുന്നൊരു സംഗതി, അവർ വേറെ തന്നെയാണ് എന്ന് ഒരു സ്വയം അപരവൽക്കരിക്കുന്ന ഒരു രീതി, അത് വ്യാപകമാണ്. അത് ലോകത്ത് തന്നെ ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികളും നീക്കങ്ങളും ചില നടപടികളും വരെ കൈക്കൊള്ളേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പറയുന്നത് നോ ഗോ സോൺസ് എന്ന് പേരിട്ടിട്ടാണ് വിദേശങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് എടുത്ത് പറയുന്നൊരു വാക്ക് തന്നെ അതാണ്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വ്യാപകമായിട്ട് അത്തരം ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ഗെറ്റോകൾ പോലെ ഉണ്ടാവുക, ഗെറ്റോൈസേഷൻ എന്ന് പറയും. അങ്ങനെ അവിടെ അവർ കൂട്ടം കൂടി ജീവിക്കുന്നു. അതൊരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടേക്ക് പിന്നെ പോലീസിന് പോലും കടന്നു ചെന്നുകൊണ്ട് നിയമം നടപ്പിലാക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, അതുപോലും നേരിടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ UK അത് വളരെ വ്യാപകമാണെന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ സമാനമായ രീതിയിൽ പ്രശ്നം നേരിട്ടിട്ടുള്ള മറ്റു ചില സ്ഥലങ്ങളിൽ, അതിലേറ്റവും പ്രധാനം ബെൽജിയം പോലെയുള്ള രാജ്യങ്ങൾ, അവിടെ ഡെൻമാർക്കിൽ, അവിടെയൊക്കെ ഇവർ JCB കൊണ്ടുവന്ന് ഇത്തരം ഗെറ്റോകൾ ഇടിച്ചു നിരത്തി എന്നിട്ട് ഇവരെ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് മറ്റ് ആളുകളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ വേണ്ടി നിർബന്ധിക്കേണ്ട ഒരു ഗതികേട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി ഒരു ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലിരുന്ന് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഒരു വളരെ നല്ല ഒരു സാമുദായിക അന്തരീക്ഷം ഉണ്ട് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതിനൊരു കാരണം പറയാറ് ഇവിടെ ഹിന്ദു മുസ്ലിമും എല്ലാവരും ക്രിസ്ത്യാനിയും ഒക്കെ ഇടപഴകി ജീവിക്കുന്നു. എന്നാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ അങ്ങനെ കാണില്ല. അവിടെ ഇങ്ങനെ ഒരു കുറേ സ്ഥലം ഹിന്ദുക്കൾ മാത്രം, പിന്നെ കുറേ മുസ്ലിങ്ങൾ മാത്രം, ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഇത് മാറിക്കൊണ്ട് ഇന്ത്യയിൽ, കേരളത്തിൽ പോലും ഇപ്പോൾ വീണ്ടും ഇതുപോലെ ഒരു ഗെറ്റോൈസേഷനെ കുറിച്ചുള്ള ചർച്ച നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വ്യാപകമായിട്ട് സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നു എന്നും, അതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വിൽക്കുമ്പോഴോ അത് മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുക, ഹിന്ദുക്കൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും ചർച്ചയാവുമ്പോൾ ഇത് ആരാണ് തുടക്കമിടുന്നത്, ആരാണ് ഇതിന് വഴിവെക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും മറന്നുപോകും, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു വശം ഉണ്ട് അവിടെയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നം. അപ്പോൾ ഇന്ത്യയിലിരുന്നത് പറയുമ്പോൾ അത് മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അതിനെ റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ വലതുപക്ഷം സംഘി ചാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതേ സാധനമാണ് വിദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അതിന് വലിയ നീക്കങ്ങൾ, അതിനും മറുമരുന്നായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥ വരെ ഉള്ളപ്പോൾ, അത് അവിടെ പ്രശ്നമായിട്ട് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുള്ളപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് ചെന്നത്തെ എവിടെയാണ്? ഈ വലതുപക്ഷം ശക്തിപ്പെടുക എന്നുള്ളത് ഒരു ഘട്ടം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കുടിയേറ്റ വിരുദ്ധത തന്നെയാണ് അതിൽ അടുത്ത പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലെല്ലാം തന്നെ വലതുപക്ഷം ശക്തിപ്പെടുമ്പോൾ അവർ എടുത്തുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ കുടിയേറ്റം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ക്രൈം റേറ്റ്, അതുപോലും അതിനൊരു കാരണമായിട്ട് കാണുന്നത് ഈ കുടിയേറ്റം തന്നെയായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ അത് തുടക്കത്തിലൊക്കെ കുറേയൊക്കെ അവർ അങ്ങനെയല്ല, അത് കണക്കുകൾ നിങ്ങൾ തെറ്റായി, അതിൽ സാമ്പിളിംഗ് ബയസാണെന്നൊക്കെ പറഞ്ഞു നിന്നെങ്കിലും ഇന്നിപ്പോൾ അവസാനം അത് മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ കാണുന്നു. അപ്പോൾ ഇത് ലോകം ഒരു തിരിച്ചറിവിൻ്റെ ഒരു മേഖലയിലാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്. ഇസ്ലാമിൻ്റെ വക്താക്കളായിട്ടുള്ള ആളുകളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് മുസ്ലിങ്ങൾക്ക് തിരിച്ചറിയാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. പക്ഷേ ലോകം തിരിച്ചറിഞ്ഞ് അതിനുള്ള നടപടികൾ, നിയമം ഒക്കെ കർശനമാക്കുമ്പോൾ കുറേയൊക്കെ മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നൊരു അവസ്ഥ ഉണ്ടാവും. അതല്ലാതെ ഇസ്ലാമിനകത്തു നിന്ന് അത് തിരിച്ചറിഞ്ഞിട്ട് ഇതിന് മുൻകരുതലെടുത്ത് ലോകം സമാധാനപൂർവ്വമാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അപ്പോൾ ഇതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിലൂടെ ജീവിക്കാതെ നിവൃത്തിയില്ല. ഇങ്ങനെയുള്ള അക്രമങ്ങൾ നമ്മൾ കാണേണ്ടി വരും, കുടിയേറ്റ വിരുദ്ധത നമ്മൾ കാണേണ്ടി വരും. ഒരു കാലത്ത് ഈ കുടിയേറി വരുന്ന ആളുകൾക്ക് ഇരു കൈയും നീട്ടി സ്വീകരിച്ച ആളുകളാണ് ജർമ്മനിയും സ്വീഡനും ഫ്രാൻസും ഒക്കെ. പക്ഷേ ഇന്നിപ്പോൾ അവർ തിരിഞ്ഞു നിന്നിട്ട് ഇറങ്ങിപ്പോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുമ്പോൾ
പോളണ്ടിനെ പോലുള്ള രാജ്യങ്ങളൊക്കെ ഉയർത്തി കാണിച്ചിട്ടാണ് പറയുന്നത്. കണ്ടോ, ഇപ്പോൾ പോളണ്ടിലേക്ക് നോക്കൂ, അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടെയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കാണും, ചില മാളിൻ്റെ വീഡിയോ അതല്ലെങ്കിൽ പാർക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാം. എന്താണ് ആ ഡിഫറൻസ് എന്നാണ് ചോദിക്കുക. എല്ലാവരും അതിൻ്റെ താഴെ വരുന്ന ഒരു ഉത്തരവുണ്ട്, ഇവിടെ നിങ്ങൾക്ക് മറ്റേ ഗാർബേജ് ചാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നാണ് അവർ, ആ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുക. കറുത്ത ചാക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അതൊരു വാസ്തവമാണ്. ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സാധനം വ്യാപകമാണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ജനുവരി 2 ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇന്നലെ മുതൽ സ്വിറ്റ്സർലാൻഡിൽ ഈ ബുർഖ നിരോധനം നിലവിൽ വന്നു, അത് പ്രാവർത്തികമാക്കി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് എക്സ്ട്രീമിസം അത് തടയാനെന്നും പറഞ്ഞ് ആ ബോർഡ് തന്നെ വെച്ച് ഈ ബുർഖയും വെച്ചിട്ടാണ് പടം അവർ പ്രചരിപ്പിക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എക്സ്ട്രീമിസം മീൻസ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ബുർഖ എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയാണ്, കൃത്യമായിട്ട് അങ്ങനെ സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് കൊണ്ടെത്തിക്കാൻ പോകുന്നത്? ലോകം വലിയ തോതിൽ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലേക്ക് വരികയാണ്. നമുക്കൊക്കെ ഇത് പറയുമ്പോൾ വിഷമമുണ്ട്, കാരണം ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നില്ല. അവർക്കിത് തിരിച്ചറിയാനുള്ള ഒരു വഴി പോലും നമുക്ക് ഒരുക്കാൻ കഴിയുന്നില്ല. അത് ആരെങ്കിലും ഒരുക്കിയാൽ അവരെ സംഘിച്ചാപ്പ അടിച്ചിട്ട് ഒതുക്കാനുമുള്ള ശ്രമം. അതുകൊണ്ട് നമുക്ക് അതാ ഞാൻ പറഞ്ഞു, ഇതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കാണേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഇവരൊരിക്കലും ഒരു പബ്ലിക് സമൂഹത്തിനോട് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോട് ഇടപഴകുന്നില്ല എന്ന് പറയാറുള്ള നമുക്ക് കാണാറുണ്ട്. അവരവരുടേതായ വേഷവിധാനങ്ങൾ, എല്ലാവരും താടിയും മീശയും വെക്കും, ഇവര് മീശ മാത്രം ഒഴിവാക്കുന്നു. എല്ലാവരും വലത്തോട്ടും മുന്നോട്ടും ഇവർ ഇടത്തോട്ട്. എന്താണോ നോർമലി ഉള്ളത് അതിൽ നിന്ന് വിഭിന്നമായി ഇവരെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് ഒരു നിയമമുണ്ടോ? അവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറുണ്ടോ? ഇത് പണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവർ എന്താണ്, ഈ കുഴപ്പമുണ്ടാക്കുന്ന ഇത്തരം ആളുകളെ നിങ്ങൾക്ക് വേഷം കൊണ്ട് തിരിച്ചറിയാം എന്ന് മോദി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചയായിരുന്നു ഇവിടെ, ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത് പറയുമ്പോൾ അത് മോദി അതങ്ങനെ മുസ്ലിം വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങനെ നോക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ നമുക്കതൊരു പ്രശ്നമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വേഷം കൊണ്ട് തിരിച്ചറിയണം എന്ന് മോദിക്കുള്ള നിർബന്ധം അല്ലെങ്കിൽ മോദി പറഞ്ഞത് അത് എവിടുന്നാണ്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ചോദിച്ചതിൻ്റെ ബാക്കിയാണത്. നിങ്ങളെ വേഷം കൊണ്ട് തിരിച്ചറിയണം എന്ന് ആദ്യം പറഞ്ഞത് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഷം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ക്രിസ്ത്യാനിയെ പോലെ ആകാൻ പാടില്ല, നിങ്ങൾ ജൂതനെ പോലെ ആകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം. ജൂതൻ മീശ വെച്ചിട്ട് താടി വടിക്കുന്നു, നിങ്ങൾ മീശ വടിച്ചിട്ട് താടി വെക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു ഐഡിയലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകൾ മുണ്ട് വലത്തോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് പറയും. അപ്പോൾ ഇത് നമ്മൾ എവിടുന്നാണ് വന്നത്? നിങ്ങൾ കാഫറുകളെ പോലെ നടക്കരുത്, അവരെ ഇടത്തോട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വലത്തോട്ട് കൊടുക്കണം. ഇങ്ങനെ എല്ലാ സംഗതിയിലും മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളുമായിട്ട് അവിടെ ഒരു വേഷം കൊണ്ട് പോലും നിങ്ങളങ്ങനെ അവരിൽ ഒരു ആളാണ് എന്ന് തോന്നാൻ പാടില്ല എന്ന നിർബന്ധം മുഹമ്മദ് നബിക്ക് തന്നെ ഉണ്ട്. അത് നിയമമാണ്, ഇസ്ലാമിലെ നിയമം തന്നെയാണ്. അതുകൊണ്ടാണ് പല കാര്യത്തിലും അത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ഓണം വിഷുവൊക്കെ വരുന്ന, ഇപ്പോൾ ഈ ക്രിസ്മസ് വന്നപ്പോഴും ന്യൂ ഇയർ വരുമ്പോഴാണെങ്കിലും ഇതെല്ലാം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആഘോഷിക്കരുത് എന്നുള്ളതിനുള്ള ഇസ്ലാമിക നിയമം അവിടെ പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, അതായത് മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കുകൊണ്ട് നിങ്ങൾ അവരിലൊരാളായി മാറുന്ന പോലെ നിന്നാൽ നിങ്ങൾ അവരിൽപ്പെട്ടവനായി, അതുകൊണ്ട് നിങ്ങളതിൽ പങ്കെടുക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? പങ്കെടുത്താൽ നിങ്ങൾ അവരിൽ ഒരാളായി മാറും. അതാകാതിരിക്കണം. അതിനെന്ത് വേണം? നിങ്ങൾ സ്വയം അപരവൽക്കരിച്ച് ക്രിസ്മസ് ആഘോഷിക്കാതെ കേക്ക് തരുമ്പോൾ അത് തട്ടിമാറ്റി ഓണം സദ്യക്ക് വിളിക്കുമ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് ഓണം ആഘോഷിച്ച് മാറി നിൽക്കണം. ഇത് ഇസ്ലാമിൻ്റെ ഒരു അടിത്തറ തന്നെയാണ്, ഒരു കോർ ആയിട്ടുള്ള ഒരു ടീച്ചിങ് തന്നെയാണ്. സ്വയം ഏലിയനേറ്റ് ചെയ്യുക. അതെ. ഇപ്പം വന്നൊരു പ്രധാനപ്പെട്ട, ഇപ്പൊ ആരിഫൊക്കെ എക്സ് മുസ്ലിം ആണ്. ഇതിനകത്ത് വന്നൊരു സാധനം എക്സ് മുസ്ലിംസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ്. എക്സ് മുസ്ലിം ആയ ഒരാൾ ജർമ്മനിയിൽ കുറെ അധികം ആൾക്കാരെ കൊന്നു തള്ളുന്നു. ഇത് വരുന്ന സമയത്ത് അത് മതം പഠിപ്പിച്ചതല്ല യഥാർത്ഥത്തിൽ. അയാൾക്ക് അതീവ എന്താ പറയാ, അതും എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പം എല്ലാ എക്സ്ട്രീമുകളെ നമ്മൾ എതിർക്കുന്ന സിറ്റുവേഷനിൽ പോലും എക്സ് മുസ്ലിം ടാഗിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നതും വിശേഷിപ്പിച്ചിരുന്നതും ആന്റി മൈഗ്രേഷനെതിരായിരുന്നു. അപ്പൊ അത് ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? നമുക്കിപ്പോൾ അത് ആള് എക്സ് മുസ്ലിം ആണോ അല്ലേ എന്ന് പോലും തീർച്ചയാക്കാൻ പറ്റുന്ന ഒരു വാർത്തയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെളിവൊന്നും നമ്മുടെ മുന്നിലില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ഞാൻ അതിലിപ്പോഴും എടുക്കുന്നൊരു പൊസിഷൻ എന്ന് പറയുന്നത്, ആൾ എക്സ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജീവിച്ചിരുന്നത്. ആളൊരു ഷിയ
ഒരു ഒരു ഇതിൽ പെട്ടിട്ടുള്ള ഒരാളാണ്. പിന്നെ ആൾ സൗദി അറേബ്യയിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് അവിടെ കേസ് നിലവിലുണ്ടായിരുന്നു, ആൾക്കെതിരെ പലതരത്തിലുള്ള ക്രിമിനൽ കേസസ് ഉണ്ടായിരുന്നു എന്നെല്ലാം നമ്മൾ കാണുന്നു. അപ്പോൾ പിന്നെ ഈ യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് ജർമ്മനിയിൽ വരുമ്പോൾ അവിടെ എക്സ് മുസ്ലിം ആയിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ അവിടെ പൗരത്വം ലഭിക്കുന്നതിന് എളുപ്പമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ആകാം എന്നുള്ളൊരു സാധ്യതയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരു തക്കിയ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ഒരു സാധ്യതയായിട്ട് അവിടെ കാണുന്നു. അത് എങ്ങനെയാണോ നമ്മളൊക്കെ അങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല എക്സ് മുസ്ലിംസും ആളുമായിട്ട് പറഞ്ഞ് സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്, പുറമേക്ക് ആൾ എക്സ് മുസ്ലിം ആണ് എന്നുണ്ടെങ്കിലും ഇൻറ്റേർണലി ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം തന്നെ വിരുദ്ധമായിരുന്നു. പലപ്പോഴും എക്സ് മുസ്ലിങ്ങൾക്ക് എതിരെ നിന്നിട്ടുണ്ട്, പലപ്പോഴും എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾ എക്സ് മുസ്ലിമാണോ അല്ലയോ എന്നുള്ളത് ഒരു വലിയ ചർച്ചയ്ക്ക് വിടുന്നു, അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇപ്പോൾ അവിടെ ഒരു കാര്യം നടന്നു, അവിടെ ഒരു അക്രമം നടത്തി. ആ നടത്തിയതിൻ്റെ പിന്നിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷം ഉള്ള ആളുകൾ അവർ നടത്തുന്ന അവരുടെ ഒരു ഡെസ്പറേഷൻ ഉണ്ട്. ഇപ്പോൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ അവർ ഇസ്ലാമിക പക്ഷത്തോട് നടത്തുന്ന ഒരു അപ്പീസ്മെൻറ്റ് അത് അവിടെയുണ്ട്, ആഗോള ഒരു പ്രതിഭാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഷെരിയ ഫോർ ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഇന്നും സ്വൈര്യമായിട്ട് അവിടെ വിഹരിക്കാൻ കഴിയുന്നൊരവസ്ഥ ജർമ്മനിയിൽ ഇപ്പോഴും ഉണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല. അതുപോലെ ഇപ്പോൾ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് നടന്ന അക്രമ സംഭവങ്ങളെല്ലാം ആണെങ്കിലും എല്ലാം അത് ഗവൺമെൻറ് എപ്പോഴും ഒരു പോലീസിങ്ങിൽ പോലെ ഒരു ടു ടിയർ പോലീസിംഗ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിൽ എതിർപ്പുള്ള വലതുപക്ഷം, തീവ്ര വലതുപക്ഷത്തിലുള്ള ആളുകൾ അവരും തീവ്രവാദം നടത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്ന ഒരു 15 ഒരു ഇൻസിഡൻസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 എണ്ണം എന്ന് പറയുന്നത് ഇസ്ലാമിതര വിഷയങ്ങളാണ്. പലതും ഈ തീവ്ര വലതുപക്ഷം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്, ഇല്ലയെന്നൊന്നും നമ്മൾ പറയുന്നത്. പിന്നെ എൻ്റെ തന്നെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് ആൾ മുസ്ലിം ആയിരുന്നു, നമ്മളുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ കൊല്ലാനും തല്ലാനൊക്കെ നടന്നിരുന്ന ആളാണ്. ഇപ്പോൾ ആൾ അതിൽ നിന്ന് വിട്ടു, ഇപ്പോൾ ആൾ എക്സ് മുസ്ലിം ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത്, ആളുണ്ടായിരുന്നത് തബ്ലീഗി ജമാഅത്തിലായിരുന്നു. അയാൾക്കിപ്പോൾ അയാളുടെ നാട്ടിലുള്ള തബ്ലീഗി ജമാഅത്ത് ഓഫീസിൽ കയറിയിട്ട് അവരെ ശരിയാക്കണം, ഇതാണ് അയാളുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരുടെ തലയിലാണ് വരിക? അതും എക്സ് മുസ്ലിം എന്നുള്ള ലേബലിൽ തന്നെ വരിക. അപ്പോൾ ഇതിൽ വിഷയം അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്ന് ഈ മതം വിട്ട് കഴിയുമ്പോൾ, എനിക്ക് ജന്മനാ മതം ഇല്ലാത്തവരാണ്, ഈ മതം വിട്ട് കഴിയുമ്പോൾ ഒരു അതിവൈകാരികത ഉണ്ടാവുന്ന ഒരു അതിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒന്നതാണ്. രണ്ട്, ഇപ്പോൾ ഈ ജർമ്മനിയിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ആൾക്ക് ഒരു മെൻ്റൽ ഇൻസ്റ്റബിലിറ്റിയും കൂടി ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് അവിടെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത്. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു നോർമലായിട്ട് ചിന്തിക്കുക, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ലത്. ഒരു ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുക? അല്ലെങ്കിൽ ഇതുപോലെ ഒരാളെ കൊല്ലണം എന്നൊക്കെ നമ്മൾ എപ്പോഴാണ് ചിന്തിക്കുക? അത് നമ്മളെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുമ്പോഴാണ്. ആ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന സാധ്യത എപ്പോഴാണ് വരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തെ നമ്മൾ എന്താ വിളിക്കുക? അത് നമ്മൾ ഇമോഷണലി ഒരു തകരാറുണ്ട്, നമ്മളുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പോഴല്ലേ നമ്മൾ അതിന് അങ്ങനെ പറയുക. ഡിപ്രഷൻ ആവാം, ഡെസ്പറേഷൻ ആവാം, എന്തും ആവാം. അങ്ങനെ വരുന്ന സമയത്ത് അതിന് വേണ്ടത് സപ്പോർട്ടാണ്, സോഷ്യൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, ക്ലിനിക്കൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അവിടെ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അത്തരം കാര്യങ്ങളിൽ വാർണിംഗ് പലതവണ ഇദ്ദേഹത്തിനെതിരെ കൊടുത്തിരുന്നു. എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ പോലീസിനെ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് അവരത് ഗവനിച്ചില്ല, പോലീസ് അത് തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് ഈ ആൾ ഈ ഒരു കൃത്യം നിർവഹിക്കുന്ന ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ മുന്നേ തന്നെ ഇതിനുള്ള സിഗ്നൽസ് ഉണ്ടായിട്ട് അത് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകുമ്പോൾ ഇടപെട്ടില്ല എന്നുള്ളിടത്താണ് ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ കൺസേൺഡ് ആവുന്നത്. അത് തീവ്രവാദം എന്ന് പറയുന്ന വിഷയം, അത് 15 ഇൻസിഡൻസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ 5 എണ്ണം മാത്രമാണ് മറ്റേത്, ബാക്കി 10ഉം ഇസ്ലാമിക് ടെറർ ആണ് എന്ന് വരുമ്പോൾ അവിടെ ഒരു മീശമാധവൻ സിൻഡ്രോം ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതായത് ചേക്കിലൊരു കളവ് നടക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ആരാണ് ഏറ്റവും കൂടുതൽ നടത്താനുള്ള സാധ്യത? അത് ഇന്ന് നിലവിൽ ഇസ്ലാമിക തീവ്രവാദ കൂട്ടം തന്നെയാണ്. പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രയോറിറ്റി നടത്തുമ്പോൾ അതിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട പണിയിൽ നമ്മൾ ഏർപ്പെടണം. അക്കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഉദാസീനത, അതാണ് നമ്മളുടെ ഒരു കൺസേൺ. പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിലും എല്ലാം നമ്മൾ നോക്കുമ്പോൾ അവിടെയാണ് നമ്മൾക്ക് അതിനോടുള്ളൊരു വിയോജിപ്പും ആശങ്കയും നമ്മളുടെ ജീവനിൽ കൊതിയും ഒക്കെ വരുന്നത് അപ്പോഴാണ്. എന്തായാലും പറഞ്ഞൊരു അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടി ഞാൻ ഇടയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നബാധിതമായി വരുന്നത് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ നിന്നാണ്.
അത് ഏറ്റവും അതിന്റെ എക്സ്ട്രീമും കണ്ടു. ഇപ്പം സൗദിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ കുറെ കൂടെ മുന്നോട്ട് വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്നാൽ അതേ ശരിയായ നിയമങ്ങൾ അതിന്റെ അതേ പ്യൂരിറ്റൻ ഫോമിൽ ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഈ പറഞ്ഞതുപോലെ മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. സെക്യുലറിസവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം പറയുന്നത്. എന്നാൽ പോലും എന്തുകൊണ്ടായിരിക്കാം ഈ നമ്മുടെ ഒരു നമുക്കറിയാം വെസ്റ്റേൺ കൺട്രീസ് എന്തുകൊണ്ടാണ് ഇവരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഉയർന്ന മാനവിക ബോധം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ കാണിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള ഇപ്പോ സിറിയയിൽ നിന്ന് ഓടുന്ന ഒരാൾ ഒരിക്കലും അതിനേക്കാൾ നല്ല അവർക്ക് മതവിശ്വാസികളാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലേക്കല്ലോ പോകുന്നത്. അത് തന്നെയാണ് ഈ റെഫ്യൂജീസിനെ എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നൽകാൻ പറ്റുന്ന സാഹചര്യം അത് അവിടെ കൊടുക്കാൻ കഴിയുന്നത് ആർക്കാണ്? നിലവിൽ അത് ഇസ്ലാമിതര സൊസൈറ്റീസിൽ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിന് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ റെഫ്യൂജി ആകില്ലായിരുന്നല്ലോ. ഇതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവരെന്തുകൊണ്ടാണ് റെഫ്യൂജി ആകുന്നത്? അവർ കൊണ്ടു നടക്കുന്ന സാധനത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. അത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇപ്പോൾ ഇറാനിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത്, ഹിജാബിൻ്റെ വിഷയമൊക്കെ നടക്കുന്ന സമയത്ത്, തുടക്കം ആ ഘട്ടത്തിൽ ഇറാനിയൻ ആയിട്ടുള്ള ആളുകളെ ഇൻസ്റ്റഗ്രാമിൽ തേടി പിടിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ എൻ്റെ ഒരു ഹോബിയായിരുന്നു. അവരെന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചില ഇറാനിയൻ വനിതകളെ പിന്നാലെ കൂടിയിട്ട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന സംഗതിയെ എതിർക്കുന്നു, പോസ്റ്റ് ഷെയർ ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഹിജാബ് നിയമം അതിൻ്റെ കാരണം അത് ഇസ്ലാമാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? ഇസ്ലാമാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, ഇത് റെജീമിൻ്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ കുഴപ്പമാണ്. ഇസ്ലാമിൽ ഇങ്ങനെയൊന്നുമില്ല, ഇസ്ലാം അവിടെ വളരെ നല്ല ചക്കര സാധനമാണ്. എങ്ങനെയാണ് പിന്നെ അവർ രക്ഷപ്പെടുക? ഇതാണ് ഇതിൻ്റെ കുഴപ്പം. അവർ ഓടി ഒളിക്കുന്നു. സിറിയയിലേക്ക് അവിടെ പ്രശ്നമായിട്ട് അവർ ജർമ്മനിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് വരുന്നു, UK വരുന്നു. പക്ഷെ അവർ ഓടാനുണ്ടായത് എന്ത് കാരണം കൊണ്ടാണ്? അത് ഷിയ സുന്നി തർക്കമാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടുണ്ടായി? അവിടെ എവിടെയാണ് ഇസ്ലാമിൻ്റെ റോള്? അത് അവരിലേക്ക് എത്തുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അത് എങ്ങനെയാണ് എത്തുക? കാരണം അത് ചർച്ചാ വിഷയമാകുന്നില്ല. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം എടുക്കുക. പാലസ്തീനികൾ അഭയാർത്ഥികളാണ്, വർഷങ്ങളായിട്ട് അഭയാർത്ഥികളായിട്ട് ജീവിക്കുന്നു. അവർക്കറിയോ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ളത്? അവർക്കറിയില്ല. അവരിപ്പോഴും ധരിക്കുന്നത് 1948 ഈ ഭൂലോകം ഉണ്ടായത് എന്നാണ്. അതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമേ അവരുടെ ചർച്ചയിലേക്ക് വരുന്നില്ല, പഠന വിധേയമാകുന്നില്ല. അവർ പിന്നെ എങ്ങനെയാണ് അതിൽ തിരുത്താൻ സാധിക്കുക അവരെ? അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. എന്തായാലും വളരെ വ്യക്തമാണ്. അമേരിക്കയിൽ നടന്നത് നമ്മളെ ഒടുക്കം കണ്ട ഉദാഹരണം മാത്രമാണ്. തീവ്രവാദങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു ആധുനിക മാനവിക സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. ഏത് എക്സ്ട്രീം സിറ്റുവേഷൻ ആണെങ്കിലും അത് അംഗീകരിക്കാനാവില്ല. എനിക്കൊന്നും സ്വാതന്ത്ര്യർക്ക് മാത്രമാണ് അത് കാലുറപ്പിച്ചു നിന്ന് പറയാൻ സാധിക്കും. മറ്റുള്ള ഏതെങ്കിലും ഒക്കെ അറകളിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇതിനൊരു ലിബറൽ ആയിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റിയ നമുക്ക് മാത്രമാണ്. എന്തായാലും വളരെ വ്യക്തമാണ് ആശയം. ഒരുപാട് സന്തോഷം മർദാറിനോട് പ്രതികരിച്ചു. താങ്ക് യു.